ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം നമ്മളൊരു ബ്രേസ്ലെറ്റ് പഠിച്ചു അല്ലേ. നോർമൽ ബ്രേസ്ലെറ്റ് എങ്ങനെ കെട്ടണം, അതുപോലെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പുതിയൊരു ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് നമ്മളുടെ ആരി വർക്കൊക്കെ ചെയ്യുന്ന കട്ട് ബീഡ് ഉണ്ടല്ലോ, കട്ട് ബീഡും ക്രിസ്റ്റൽ ബീഡിൻ്റെ സ്മോൾ സൈസ് ബീഡും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കട്ട് ബീഡ് ആരി വർക്കിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ആരി വർക്കിൽ മാത്രമല്ല, നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെയ്യാനും ഈ ഒരു ഐറ്റം പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് നോക്കിയാലോ. ഞാൻ എൻ്റെ ഇവിടെ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് എന്താണ്, നമ്മുടെ ക്രിസ്റ്റൽ ബീഡാണ്. അപ്പം ഞാനിത് ഇവിടെ ക്രിസ്റ്റൽ ബീഡും എടുത്തിട്ടുണ്ട്. 3 mm ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിന് വേണ്ടത് നമ്മുടെ ജംപറിങ്ങോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെയിനോ, ഒരു ചെറിയൊരു പീസ് വേണം. പിന്നെ ഫിഷ് ഹുക്ക് വേണം. ഓക്കെ, അത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, അതുപോലെ അതെ കുറച്ച് ജംപറിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ചെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് ഹുക്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ചാംസും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഗിയർ വയർ ഉണ്ടല്ലോ, ഇതാണ് ടൂൾസ് കേട്ടോ, പ്ലെയറും കട്ടറുമാണ്. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള ഗിയർ വയർ, ഈ ഒരു ഗിയർ വയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗിയർ വയർ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ത്രെഡ് ടൈപ്പാണ്, ത്രെഡ് മാതിരി. മറ്റ് ഗിയർ വയർ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കുള്ള കമ്പിയിൽ വരുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി കൂടുതലാണ്, പിന്നെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്, കുറച്ചും കൂടെ വലിപ്പം കൂടുതലായിട്ട് കിട്ടും. പിന്നെ എന്താ പറയുക, നോർമൽ ഗിയർ വയർ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റേത് തുരുമ്പ് പിടിക്കും, ഇത് തുരുമ്പ് പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനത് ആവശ്യത്തിനുള്ള മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 അറ്റവും ഒരേപോലെ വയ്ക്കുക. എന്നിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ പ്ലെയർ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 പോർഷനും ഒരേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ഇത് സംഭവം ഒരു ബീഡ്സ് പോലെയാണെങ്കിലും ഒരു ഇരുമ്പ് ടൈപ്പിലാണ് വരുന്നത്, അതായത് ഒരു ലോഹൻ ടൈപ്പിലാണ് വരുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ ത്രെഡുകളെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇടും, ഇതങ്ങനെ ഇടും. എന്നിട്ട് ജംപറിങ് ഇട്ട് കൊടുക്കും. ശ്രദ്ധിക്കുക, ജംപറിങ് ഇട്ടിട്ട് ഈ റിങ്ങിനെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ജംപറിങ് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ പോകണം. ത്രെഡിൻ്റെ 2 പോർഷനും, അതായത് നമ്മൾ 2ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, ആ 2 ഭാഗവും വരണം കേട്ടോ, ആ 2 ലെയറും വരണം. ഓക്കെ, അത് 2 ലെയറും കൂടെ നമ്മൾ ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടെടുക്കും. അപ്പോൾ ഈ അതായത് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ജംപറിങ് വരും. ഇത് കണ്ടോ. അപ്പം നമ്മൾ ജംപറിങ്ങിനെ എന്ത് ചെയ്തു, അവിടെ ലോക്ക് ചെയ്ത് വെച്ചു. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തിനാണ് ജംപറിങ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ ലോക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജംപറിങ്, ഹുക്ക്, അതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൂവ് ആവാതെ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാത്തൊരു മെറ്റീരിയലാണ്, പുതിയ മെറ്റീരിയലാണ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഗിയർ വയർ വെച്ചിട്ട് ഏതൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഗിയർ ലോക്ക് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെ നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കിടക്കാം. നമ്മൾ എന്തിനാണ് ഇവിടെ 2 ലെയർ എടുത്തിട്ടുള്ളത്, നമുക്ക് 2 ടൈപ്പിലാണ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 2 ടൈപ്പിൽ, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ബീഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ബീഡ്സൊക്കെ ഉണ്ട്, ചാർക്കോൾ ബീഡ്സൊക്കെ അല്ലേ, ചാർക്കോൾ ബീഡ്സിലൊക്കെ 2 ലെയറിൽ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് ഏതാണോ മെറ്റീരിയൽ അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാൻ കാണിച്ചിരുന്ന അതേ മെറ്റീരിയലും അതേ ഇതിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഐഡിയകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ലെയറിൽ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബീഡ്സ് ഇടുന്ന പോർഷൻസ് ഒന്ന് ഞാൻ സ്പീഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ 1 ലെയറിൽ ഞാൻ ക്രിസ്റ്റൽ ബീഡ് മുഴുവനായിട്ടും ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇതിൻ്റെ എൻഡ് പോർഷനിൽ വരെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഇതിങ്ങോട്ട് മൂവിങ് ആയി പോകുന്ന പേടിയുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പം പിന്നെ ഇത് എന്താവില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി പോവില്ല, അതായത് ബീഡ്സ് ഒന്നും അതിൽ നിന്ന് വീണ് പോകത്തില്ല. ഇനി അടുത്ത പോർഷൻ എടുക്കാം. ഈ പോർഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ
അടുത്ത് കട്ട് ബീഡ്സിനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കട്ട് ബീഡ് എന്ന് വെച്ചാൽ ആരി വർക്ക് പഠിച്ചവർക്കറിയാം, വളരെ ഒരു കുഞ്ഞു ബീഡാണ് അല്ലേ. കട്ട് ബീഡ് വലിയ ടൈപ്പും ചെറിയ ടൈപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേറ്റവും ചെറിയ സ്മോൾ സൈസ് ബീഡാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ലെയർ ലോക്കും കൂടെ എന്ത് ചെയ്ത് കൊടുക്കാം, നമ്മളുടെ ഈ ഒരു ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഡ് ഇടുമ്പോൾ ഒരു ഇത്തിരി സമയം എടുക്കും കേട്ടോ, കാരണം ഇട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടി വളരെ ചെറിയ ബീഡായതുകൊണ്ട്. അപ്പോൾ ഞാനതേ 2 പോർഷനും ഒരേ അളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബീഡ്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതാ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതാ നോക്കുക, നമ്മൾ 2 സൈഡിലെ ബീഡ്സും ഒരേ അളവിലാണോ വന്നിട്ടുള്ളതെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു എന്ത് കണ്ടോ, ഈ ഒരു സ്പേസിലോട്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്തൊക്കെ ഉണ്ടാവും, മൂവ് ചെയ്ത് ലെവൽ ചെയ്ത് വയ്ക്കാനുണ്ടാവും. നമ്മൾ 2 ലെയറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ചെറിയൊരു കാര്യം പോലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ? എന്നിട്ടിതാ ഇതുപോലെ നീക്കി സ്ട്രൈറ്റ് ചെയ്ത് 2 പോർഷൻസും ഒരേ അളവിലാണ്, അതായത് സ്റ്റാർട്ടിങ് ആണെങ്കിലും ഒരേ അളവിലാണ്, എൻഡിങ് ആണെങ്കിലും ഒരളവിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണ് അളവ് എന്ന് വെച്ച് നോക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിതിൽ ജംപറിങ്ങും ഹുക്കും വയ്ക്കുന്നതുകൊണ്ട് തന്നെ തരുന്ന അളവ് മൊത്തമായിട്ടും എന്ത് ചെയ്യരുത്, ഗിയർ വയറിൽ മാത്രമായിട്ട് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്? പകുതി അളവ് നമ്മൾ എടുത്തിട്ടുള്ള ജംപറിങ്ങിലും വരും, ഹുക്കിലും വരും. ഓക്കെ, അപ്പോൾ ജംപറിങ്ങും ഹുക്കും വെച്ചതിന് ശേഷമുള്ള അളവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ജംപറിങ് വെച്ചതിന് ശേഷം, ആദ്യം ജംപറിങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളതിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒന്നും കൂടെ നോക്കണം. അപ്പം നമ്മളുടെ മനസ്സിലൊരു ഐഡിയ വേണം, എന്ത് ഇതിലോട്ട് ഹുക്കും ജംപറിങ്ങും വരുമ്പം എത്ര സ്പേസ് വരും. പിന്നെ നമ്മൾ ചെയിൻ കൊടുക്കുന്നത് അതിനാണ്, അഡ്ജസ്റ്റബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഗിയർ ലോക്കിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ നമ്മുടെ ഫിഷ് ഹോക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫിഷ് ഹോക്കിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗിയർ വയറിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ചെയ്തതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബീഡ്സിൻ്റെ അടുത്തോട്ട് വരണം. അതായത് ഗിയർ വയർ ഒരുപാട് ബാലൻസ് ഉണ്ടാവും, മനസ്സിലായില്ലേ? അതിനെ നന്നായിട്ട് വലിച്ച് ബീഡ്സിനെയൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഗിയർ ലോക്കിനെ നേരെ താഴത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇതേ ഗിയർ വയറിൻ്റെ മുകളിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ബീഡ്സ് എല്ലാം നല്ല ടൈറ്റായിട്ട് വരും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഈ ഒരു ഗിയർ വയർ വലിച്ച് മുറുക്കി എടുക്കണം. ബീഡ്സ് എല്ലാം നന്നായിട്ട് അടുത്തടുത്തിരിക്കണേ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 1 ലെയർ ചെയ്യണമെങ്കിലും 2 ലെയർ ചെയ്യണമെങ്കിലും ഗിയർ ലോക്ക് യൂസ് ചെയ്ത് ഗിയർ വയർ യൂസ് ചെയ്യുന്ന ഏതൊരു വർക്കാണെങ്കിലും ഇതുപോലെ വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ജംപറിങ്ങിൻ്റെ ഗിയർ ലോക്ക് ഇത് കിട്ടും, ചെയിൻ കിട്ടും. ഓക്കെ, ജംപറിങ് ചെയിന് അതിൽ എസ് ഹുക്ക് അടക്കമായിരിക്കും വരുന്നത്. അപ്പോൾ എസ് ഹുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെയിന് മാത്രം മേടിച്ച് നമുക്ക് അഡ്ജസ്റ്റബിൾ കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിവേസ് അവർക്ക് അത് കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റബിൾ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും നമുക്കിതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഗിയർ വയറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബീഡ്സും അടുത്ത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ആ ജംപറിങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇതിൽ ചാംസ് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എവിടെയാണ് ചാംസ് സെറ്റ് ചെയ്യണേ നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ചെയ്തിട്ടുള്ളതിൽ ബീഡ്സിനൊന്നും സ്പേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. ചാംസ് ചെയ്യാനുള്ള ചെയിനാണത്. അപ്പോൾ ഞാൻ ചെയിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എൻഡിൽ ഇതുപോലെ ഒന്ന് ജംപറിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ ചാംസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പ്രസ്സിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജംപറിങ്ങിൻ്റെ എൻഡ് എപ്പോഴും നല്ല രീതിക്ക് എന്തായിരിക്കണം, ലോക്കായിരിക്കണം. ഇതുപോലെ കുറച്ച് ഈ ഒരു പോർഷനിലോട്ട് കയറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ജംപറിങ് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ചില ആളുകൾ ഈക്വലായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞു തന്നത് കേട്ടോ.
ഇനി ഇത് നമുക്ക് ഓപ്പോസിറ്റ് ജംപറിങ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചാംസും ചെയിനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാതെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലും മതി. ചാംസ് കയ്യിലുള്ളവരെന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുക. അതുപോലെ ഇത് കണ്ടോ, ഇത്തിരി ഇതുപോലെ ഒരിത്തിരി ഇങ്ങോട്ട് മൂവ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജംപറിങ് ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ വർക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇത് നമ്മൾ കുറച്ചും കൂടെ വലിയ ബീഡ്സിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഇതിലേറെ ഭംഗിയുണ്ടാവും കേട്ടോ. ഞാനൊരു വെറൈറ്റി മോഡൽ നിങ്ങൾക്ക് പഠിപ്പിക്കുക എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഐറ്റം കാണിച്ചു തന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കി ഗ്രൂപ്പിലിടുക കേട്ടോ.